നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. പലർക്കുമുള്ള ഒരു സംശയമാണ് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി എങ്ങനെ മെച്ചപ്പെടുത്താനാകും എന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കുടലിലെ ബാക്ടീരിയകൾ. കുടലിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം ഗുണകരമായ ബാക്ടീരിയാസ് വർദ്ധിപ്പിക്കാനായിട്ട് ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരീരത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കുടലിൽ അടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയാസിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേക ഭക്ഷ്യനാരുകൾ അടങ്ങിയ ആഹാരമാണ് പ്രീബയോട്ടിക്കുകൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയപ്പെടുന്നത്. ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ ചെറുകുടലിൽ ദഹിക്കില്ല. ഇവ വൻകുടലിലെ നല്ല ബാക്ടീരിയകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും സഹായിക്കും. ഇടയ്ക്കിടെ ഉണ്ടാവുന്ന വയറ് വീക്കം, ഗ്യാസ്, വയറിളക്കം, വയറുവേദന ഇങ്ങനെയുള്ള കുടലിൻ്റെ അവസ്ഥകളൊക്കെ കുടലിൻ്റെ അനാരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ബാക്ടീരിയാസിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇത്തരം ലക്ഷണങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് പ്രീബയോട്ടിക്കുകളും അതുപോലെ പ്രോബയോട്ടിക്സും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. തവിടോടുകൂടിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ പ്രീബയോട്ടിക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സും കുടലിലെ ബാക്ടീരിയാസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വയറിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിനും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വൻകുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ അതുപോലെ ക്രോൺസ് ഡിസീസ് പോലുള്ള അവസ്ഥകളൊക്കെ തടയുന്നതിനും ഒരു പരിധിവരെ സഹായിക്കുന്നത് പ്രോബയോട്ടിക്കുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. തൈര് അല്ലെങ്കിൽ പുളിപ്പിച്ച സോയാ മിൽക്ക് ഇവയൊക്കെ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ്. കുടലിൻ്റെ ആരോഗ്യത്തിനായിട്ട് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നന്നായി ചവച്ച് ആസ്വദിച്ച് സ്ലോ ആയിട്ട് ആഹാരം കഴിക്കുന്നത് ഒരു ശീലമാക്കുക. അതുപോലെ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസും കൃത്യസമയത്തുള്ള ഉറക്കവും രാത്രിയിൽ നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതും ഒക്കെ ഒരു ശീലമാക്കുന്നത് നന്നായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ പണ്ട് മുതലേ ഉള്ള ആഹാര രീതികളിൽ ഒരു പ്രധാന വിഭവമാണ് പഴങ്കഞ്ഞി. ലാക്ടോബാസിലസ് എന്ന നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് പഴങ്കഞ്ഞി. അതുകൊണ്ട് പഴങ്കഞ്ഞി റെഗുലറായിട്ട് കഴിക്കുന്നത് വയറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ കുടലിൽ ഉണ്ടാവുന്ന പല അസുഖങ്ങളും തടയാൻ സഹായിക്കും. കുടലിലെ നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും സ്ഥിരമായിട്ടുള്ള അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും നന്നായിരിക്കും. അപ്പോൾ കുടലിൻ്റെ ആരോഗ്യത്തിനായിട്ട് പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു ശീലമാക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.